നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. മണ്ഡലം കമ്മിറ്റികൾ വഴി ജില്ലാ സെക്രട്ടേറിയറ്റ് ശേഖരിച്ച കണക്കുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് CPMന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് റിനു ശ്രീധർ തത്സമയം ചേരുന്നു. പറയൂ റിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. CPMന്റെ വാർഡ് തല കമ്മിറ്റികളിൽ നിന്ന് മണ്ഡലം കമ്മിറ്റികൾ വഴി ജില്ലാ കമ്മിറ്റിയിലേക്കും അവിടെ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്കും ലഭിച്ച കണക്കുകൾ കൃത്യമായി തന്നെ ഇന്ന് വിലയിരുത്തും എന്നുള്ളതാണ്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ലഭിച്ച വോട്ടുകൾ കൃത്യമായി പരിശോധിക്കും. അതിൽ എങ്ങനെയാണ് വിജയസാധ്യത, ഏതെല്ലാം മണ്ഡലത്തിലാണ് വിജയസാധ്യത എന്നുള്ളത് വിലയിരുത്തും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം ന്യൂനപക്ഷങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ CPMലേക്ക് അല്ലെങ്കിൽ LDFന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ ചേരുന്ന ഒരു സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് LDF തന്നെ ഭരണത്തിലെത്തും എന്നുള്ള ഒരു വിലയിരുത്തലാണ് CPI നടത്തിയിട്ടുള്ളത്. CPMും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. CPI 78 മുതൽ 85 സീറ്റ് വരെ LDFന് ലഭിച്ച അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. CPMനും അത് തന്നെയാണ്. പക്ഷേ സാധാരണഗതിയിൽ CPMന് ഒരു കുത്തക അവകാശപ്പെടുന്ന മലബാർ മേഖലയിൽ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ CPMന്റെ വിലയിരുത്തൽ. ഒപ്പം മധ്യ കേരളവും തെക്കൻ കേരളവും ഒപ്പം ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തലും CPMന് ഉണ്ട്. പക്ഷേ മുതിർന്ന നേതാക്കൾ, മന്ത്രിമാരടക്കം മുതിർന്ന നേതാക്കൾ മത്സരിച്ച പലയിടങ്ങളിലും പരാജയം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതും CPM നിലവിൽ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായും 14 മണ്ഡലങ്ങൾ, അതിൽ 13 LDFനായിരുന്നു. പക്ഷേ 6 മണ്ഡലങ്ങൾ ഇത്തവണ നഷ്ടമാകും എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ജില്ലയിലെയും കൃത്യമായിട്ടുള്ള കണക്കുകൾ ജില്ലാ സെക്രട്ടേറിയറ്റുകൾ കൂടി സംസ്ഥാന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൃത്യമായി എങ്ങനെയായിരിക്കും LDFന് വിജയസാധ്യത എന്നുള്ളത് പരിശോധിക്കുമെന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.